ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ചട്നിയാണ് കേട്ടോ, രാമേശ്വരം ചട്നി. രാമേശ്വരത്തുള്ള സാധാരണ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന ഒരു ചട്നിയുടെ റെസിപ്പി. ചീഞ്ചട്ടി ചൂടാകുമ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ആവശ്യമുള്ളൂ കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. നമുക്ക് ഈ ചട്നിയിലേക്ക് വറുത്തിടുമ്പോൾ വീണ്ടും വെളിച്ചെണ്ണ എടുക്കാനുള്ളതാണ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് അതേ അളവിൽ 2 ടേബിൾ സ്പൂൺ തന്നെ ഉഴുന്ന്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ എരിവിന് ആവശ്യത്തിന് ഒരു 4 വറ്റൽമുളക് ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഉഴുന്നുപരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും നിറം ബ്രൗൺ നിറം ആവുമ്പോൾ വേണം തേങ്ങ ചേർക്കാൻ. തേങ്ങ ചേർത്തിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ തേങ്ങ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ നല്ലോണം വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പകരമായിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ ഒരു നുള്ളു പുളിയും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാണ്. ഇനി കൈകൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് ഒരു നുള്ളി പുളിയാണ്, ഒരു ചെറിയ അരിനെല്ലിക്ക വലുപ്പത്തിൽ പുളിയെ ഞാൻ ചേർക്കുന്നുള്ളൂ. കാരണം ഇഡ്ലിക്കും ദോശയ്ക്കും ഉള്ള ചട്നിയിൽ ഇത്രേ പുളിയുടെ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ചോറിന് അരച്ചു കലക്കി പോലെയൊക്കെ ചോറിനൊക്കെ കൂട്ടി ഉണ്ണാൻ പാകത്തിന് പുളി വേണ്ടവരാണെങ്കിൽ പുളിയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. നമ്മൾ കുറച്ച് കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കട്ടി ചട്നി വേണ്ടവർക്ക് അങ്ങനെ ആക്കാം. പക്ഷേ ഇഡ്ഡലിയും ദോശയൊക്കെ നല്ലോണം ചട്നി ഒപ്പി കഴിക്കണം എന്നുള്ളവർക്ക് നീർ ചട്നി പോലെ കുറച്ച് ലൂസാക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളം, ഉപയോഗിക്കാൻ പറ്റണ വെള്ളം വേണം എടുക്കാൻ. കാരണം ഈ ചട്നി പിന്നെ നമ്മൾ തിളപ്പിക്കുകയോ ചൂടാക്കണോ ഒന്നുമില്ല. ഇനി ഇതിലേക്ക് വറുത്തിടുകയാണ്. വറുത്തിടുമ്പോൾ കായപ്പൊടി കൂടി ചേർത്തിട്ടിട്ടാണ് വറുത്തിടുക. 1/2 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും 1 വറ്റൽമുളകുമാണ് വറുത്ത് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ചൂടോടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. വറവിൽ കായപ്പൊടി ചേർക്കുമ്പോൾ ആ വാസന വ്യത്യസ്തമായിരിക്കും. ഒരു വ്യത്യസ്ത രുചിയുള്ള, നമുക്ക് അത്ര പരിചിതമല്ലാത്ത രുചിയുള്ള ഒരു ചട്നിയാണ്. അസലാണിത് ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ കഴിക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുളിയുടെ അളവ് കുറച്ചും കൂടി കൂട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല സ്വാദിൽ ചോറിൻ്റെ കൂടെയും, അതായത് ഊണ് കഴിക്കുമ്പോഴും ഇത് കൂട്ടി കഴിക്കാം. എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.